ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിൽ ലെമൺ പെപ്പർ ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസോ അല്ലെങ്കിൽ നമുക്ക് വലിയ പീസൊക്കെ ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ മീഡിയം സൈസിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. ഒരു കപ്പ് തൈര് കുറച്ച് ലൂസാക്കിയിട്ട് നമുക്കിതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തൈരൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് കേട്ടത്. ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ 2-3 പീസ് വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക് നമുക്കിതിലേക്ക് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് ചതച്ചിട്ട് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് കേട്ടോ. കുരുകളൊക്കെ മാറ്റിയിട്ടുള്ള ലെമൺ ജ്യൂസാണ് കേട്ടോ. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയല്ല, ഒരു കുറച്ച് തെരിയായിട്ടുള്ള പൊടിയാക്കിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ പൊടികളും ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി മിക്സാക്കി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ മിക്സാക്കിയിട്ട് നമുക്കിവിടെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ പിടിച്ചൊക്കെ ഒന്ന് സെറ്റാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സമയം ഇല്ലെങ്കിൽ മാത്രം ഒരു അരമണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വെച്ചാലും മതി. അധികം തണുപ്പില്ലാത്തതാണെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി. കട്ടാവേണ്ട, ഒന്ന് സെറ്റായി പിടിക്കുന്ന രീതിയിൽ മാത്രം ആയി കിട്ടിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടിയും ആ ചിക്കൻ ഒന്ന് പിടിച്ചൊന്നും സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു പാനാണ്. പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടത് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് നല്ല ജീരകമില്ല അത്, പിന്നെ കുറച്ച് ഒരു ബേ ലീഫ് പൊട്ടിച്ചത് ഇതുപോലെ ഇട്ടത്, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് അങ്ങനെയുള്ളതാണ് കേട്ടോ, പൊടിക്കാത്തത്, പിന്നെ 3-4 ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പൂ, പിന്നെ നമ്മൾ ഇട്ടുകൊണ്ട് പട്ട ചെറിയ ചെറിയ പീസാക്കിയതാണ് കേട്ടോ. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്നായെന്ന് വരുന്ന സമയത്ത് നമ്മളവിടെ മാരിനേറ്റ് വെച്ച് ഞാൻ വെച്ച് ചിക്കൻ അതിൽ നിന്ന് ഫുള്ള് ഗ്രേവി നമ്മളൊക്കെ എടുക്കാൻ ആവശ്യമില്ല. നമ്മൾ അതിൽ നിന്ന് ആ ചിക്കൻ പീസസ് മാത്രം എടുക്കുക. ആ പീസസ് മാത്രം എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് ഗ്രേവിയും കൂടിയും കിട്ടും കേട്ടോ. ഫുള്ള് ഗ്രേവി ഒഴിച്ചെടുക്കേണ്ട, കുറച്ച് മാത്രം ഗ്രേവിയും അതുപോലെ തന്നെ ആ ചിക്കൻ പീസസ് മാത്രം എടുത്തിട്ട് നമുക്കിതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഒഴിച്ച് കൊടുക്കുന്ന ആ ഗ്രേവി ചെറുതായിട്ട് കുറഞ്ഞു വരും. അത് കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഗ്രേവി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. ആദ്യമേ ഫുള്ള് ഗ്രേവി എടുത്ത് ഒഴിച്ച് കൊടുക്കുക പറഞ്ഞത് എന്താ വെച്ചാൽ ആദ്യം ഒഴിച്ച് കുറച്ച് ഗ്രേവി വെറ്റൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം ഇത് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക കേട്ടോ. ഹൈയിൽ ഒരിക്കലും ഇടരുത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നിങ്ങൾക്കതിൽ ഉപ്പോ അല്ലെങ്കിൽ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോട്ട് കൊടുക്കാം കേട്ടോ. എനിക്കൊരു എരിവ് ചെറുതായിട്ട് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ. നിങ്ങൾക്ക് എരിവ് കുറവ് വേണ്ടവരാണെങ്കിൽ ആ എരിവിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ കുരുമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലെമൺ പെപ്പർ ചിക്കന് സെറ്റായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വേറെ മസാലപ്പൊടികളൊന്നും വേണ്ട. അത്രയും പൊടികളും ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കുറുകിന്ന് സെറ്റായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. ആ കോൺഫ്ലവർ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. നമുക്കത് ഏത് റെസിപ്പിയുടെ കൂടെ, അതേപോലെ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അധികം പണിയില്ല ഉണ്ടാക്കാൻ. എല്ലാ മസാലപ്പൊടികളും നമുക്ക് ഇത് ഇടും വേണ്ട, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഗ്രേവി ഇതൊക്കെ ഒന്ന് കുറുകി വന്നാൽ മതി കേട്ടോ. കുറച്ച് ഗ്രേവിയിൽ വേണം. അതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു പീസ് നാരങ്ങയില ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1-2 പച്ചമുളക് അത് ഇതുപോലെ ചെറുതാക്കി സ്ലൈസ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ ലെമൺ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടില്ല. അവിടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ആ കോൺഫ്ലവറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇനി നമ്മൾ കഴിക്കാൻ എടുക്കുന്ന നേരത്തെ നമ്മൾ ഒന്നുകൂടി അത് ഗ്രേവിയൊക്കെ ഇരുന്ന് ഒന്നുകൂടി തിക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഈ രീതിയിൽ തന്നെ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലെമൺ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. നമുക്ക് ആ ചിക്കൻ പീസസ് വെറുതെ എടുത്ത് കഴിക്കാൻ പോലെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഏത് റെസിപ്പിയുടെ കൂടെ നമുക്കത് കഴിക്കാൻ പറ്റും. റൈസിൻ്റെ കൂടെ ആണെങ്കിലും ഗീ റൈസിൻ്റെ കൂടെ ചപ്പാത്തി നൂൽപുട്ട് എല്ലാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ ഗ്രേവിയാണിട്ടത്. ആ ഗ്രേവിയും ആ ചിക്കനൊക്കെ മാത്രം വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ ബൈ ബൈ, താങ്ക് യു.